ബംഗ്ലാദേശിനെ ഞെട്ടിച്ച് വീണ്ടും ഹിന്ദു വംശഹത്യ. ബജേന്ദ്ര വിശ്വാസ് എന്ന 42-കാരനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബംഗ്ലാദേശിൽ ആൾക്കൂട്ടം വധിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തുടർച്ചയായി മൂന്നാമത്തെ ഹിന്ദു യുവാവിനെയാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാർ വധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദീപു ചന്ദ്രദാസ്, അതിന് പിന്നാലെ അമൃത് മണ്ഡൽ, ഇപ്പോൾ ഇതാ ബജേന്ദ്ര വിശ്വാസ്, മൂന്നാമത്തെ യുവാവിനെയും ഇസ്ലാമിക ഭീകരന്മാർ, ഇസ്ലാമിക ജനക്കൂട്ടം ആക്രമിച്ച് വധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ദീപു ചന്ദ്രദാസിന്റെ വധം നടന്ന ധാക്കയ്ക്ക് സമീപമുള്ള അതേ പ്രദേശത്ത് വച്ചാണ് കഴിഞ്ഞ ദിവസം അർദ്ധസൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ബജേന്ദ്ര വിശ്വാസിന് നേരെ ആക്രമണമുണ്ടായത്. ഒരു വസ്ത്രശാലയ്ക്കുള്ളിൽ വെച്ച് ബജേന്ദ്ര വിശ്വാസിന് നേരെ ഇസ്ലാമിക യുവാക്കളുടെ കൂട്ടം വെടിയുതിർക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് ബജേന്ദ്ര വിശ്വാസിന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ ബജേന്ദ്ര വിശ്വാസ് ഉടൻ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂനപക്ഷ വേട്ട, കടുത്ത ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് ഉസ്മാൻ ഹാദി എന്ന വിഘടനവാദി നേതാവ് ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കണമെന്നും ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റേൺ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അറുത്തുമാറ്റി, ഇന്ത്യയിൽ നിന്ന് അവയെ മാറ്റി ബംഗാളിൻ്റെ ഭാഗമാക്കി ഗ്രേറ്റർ ബംഗാൾ ഉണ്ടാക്കണമെന്നുമുള്ള വലിയ ആവേശകരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഉസ്മാൻ ഹാദി എന്ന ചെറുപ്പക്കാരനെ അജ്ഞാത സംഘം വെടിവെച്ച് വധിച്ചത്. ആ വധത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം അരങ്ങേറിയത്. ബംഗ്ലാദേശിലെ തെരുവുകൾ ജനങ്ങൾ കയ്യിലെടുക്കുകയായിരുന്നു, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയ്യിലെടുക്കുകയായിരുന്നു. അവർ ഹിന്ദു ഭവനങ്ങൾക്ക് നേരെ, ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ, ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇതിനിടയിലാണ് ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിന് നേരെ അതിക്രൂരമായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായത്. രണ്ടാമത് അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരനെ അതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ രാംപൽ എന്ന സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. ആൾക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിച്ച് വധിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ബജേന്ദ്ര വിശ്വാസ് എന്ന അർദ്ധസൈനിക വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്ന വ്യക്തിയെ, ദീപു ചന്ദ്രദാസിനെ വധിച്ച അതേ പട്ടണത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ അതിശക്തമായ താക്കീത് നൽകിയിട്ടും ബംഗ്ലാദേശ് ഭരണകൂടം ഹിന്ദു വംശഹത്യക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഹിന്ദുക്കളുടെ ജീവൻ ഒരു സുരക്ഷിതത്വവും ബംഗ്ലാദേശിലില്ല. ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരന്മാർ. ജമാഅത്തെ ഇസ്ലാമിയുടെ കരാളഹസ്തത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ അടുത്ത വർഷമാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വലിയ ഹിന്ദു വംശഹത്യ അരങ്ങേറാൻ പോകുന്നു ബംഗ്ലാദേശിൽ എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഇന്ത്യ അതിരൂക്ഷമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഹിന്ദു വംശഹത്യ അവസാനിപ്പിക്കണമെന്നും ഇനിയും ഹിന്ദു വേട്ട കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ഹിന്ദു യുവാവിനെ കൂടി ബംഗ്ലാദേശിൽ വധിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഒരു അർദ്ധസൈനിക വിഭാഗത്തിൽ പണിയെടുക്കുന്ന ബജേന്ദ്ര വിശ്വാസ് എന്ന 42-കാരനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആൾക്കൂട്ടം വധിച്ചത്. ഇയാളൊരു തുണി വ്യവസായശാലയ്ക്കുള്ളിൽ നിൽക്കുകയായിരുന്നു. ആ വ്യവസായശാലയ്ക്കുള്ളിൽ വെച്ചാണ് ഈ യുവാവിന് നേരെ വെടിയുതിർത്തത്. ഉടൻ തന്നെ ബജേന്ദ്ര വിശ്വാസ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. നേരത്തെ ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻജി ഭഗവത് ഈ വിഷയത്തിൽ തൻ്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനിയും ഈ ഹിന്ദു വംശഹത്യ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മോഹൻജി ഭഗവത് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കണം, തങ്ങൾ ഉണരണം. ഇനിയും ബംഗ്ലാദേശിലെ തെരുവോരങ്ങളിൽ ഒരു ഹിന്ദുവിൻ്റെ രക്തവും ചീന്തി വിടരുത്. ഹിന്ദുവിനെ ആക്രമിക്കാനും ഹിന്ദുവിനെ വകവരുത്താനും ഇനി ഒരു ബംഗ്ലാദേശിയുടെയും കൈ ഉയരരുത്. ഇതായിരുന്നു മോഹൻജി ഭഗവത് നൽകിയ വലിയ സന്ദേശം. അതിന് പിന്നാലെ ഭാരത സർക്കാരിന് മേലും കടുത്ത സമ്മർദ്ദമുണ്ടായി. പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ അതിശക്തമായ താക്കീത്
ബംഗ്ലാദേശിന് നൽകുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള ഇനിയും ഒരു ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സ്വാഭാവികമായും സർക്കാർ ഇടപെടും. ബംഗ്ലാദേശിന് നേരെ സൈനിക നടപടിക്ക് ഇന്ത്യക്ക് തുനിയേണ്ടി വരുമെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്. പാകിസ്ഥാനുമായി ചേർന്നാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക ഭരണകൂടം ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളം കൈയിലെ കളിപ്പാവകളായി ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റിവിടാൻ വേണ്ട ഒരു ടൂൾ മാത്രമായി ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ കണക്കാക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള അക്രമങ്ങൾ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇതാ ദീപു ചന്ദ്രദാസിനും അതുപോലെ അമൃത് മണ്ഡലിനും പിന്നാലെ ഇപ്പോഴിതാ ബജേന്ദ്ര വിശ്വാസ് എന്ന ഹിന്ദു യുവാവിനും അകാലത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഹിന്ദു യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ബംഗാളിലെ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരുടെ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയ ഇരയായി മാറിയിരിക്കുകയാണ് ബജേന്ദ്ര വിശ്വാസിന്റെ കൊലപാതകത്തിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ദീപു ചന്ദ്രദാസിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നാലെ മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി പറഞ്ഞത് പ്രതികളെ മുഴുവൻ ഞങ്ങൾ പിടികൂടും, പ്രതികളെ ഞങ്ങൾ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഒരിക്കലും ബംഗ്ലാദേശിൽ ഒരു തരത്തിലുള്ള ഒരു ഹിന്ദു ആക്രമണവും ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞതിന് പിന്നാലെയാണ് അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരന് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ കൊലപാതകം ബംഗ്ലാദേശിൽ മൂന്നാമത്തെ ഹിന്ദു യുവാവിനെ കൂടി വകവരുത്തിയിരിക്കുന്നു. തീവ്ര ഇസ്ലാമിക ശക്തികൾ, തീവ്ര ഇസ്ലാമിക പ്രക്ഷോഭകാരികൾ ബംഗ്ലാദേശിന്റെ ഭരണം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലേക്ക് മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി പറഞ്ഞത് പ്രതികളെ മുഴുവൻ ഞങ്ങൾ പിടികൂടും, പ്രതികളെ ഞങ്ങൾ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഒരിക്കലും ബംഗ്ലാദേശിൽ ഒരു തരത്തിലുള്ള ഒരു ഹിന്ദു ആക്രമണവും ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് യൂനിസ് പറഞ്ഞതിന് പിന്നാലെയാണ് അമൃത് മണ്ഡൽ എന്ന ചെറുപ്പക്കാരന് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ കൊലപാതകം ബംഗ്ലാദേശിൽ മൂന്നാമത്തെ ഹിന്ദു യുവാവിനെ കൂടി വകവരുത്തിയിരിക്കുന്നു. തീവ്ര ഇസ്ലാമിക ശക്തികൾ, തീവ്ര ഇസ്ലാമിക പ്രക്ഷോഭകാരികൾ ബംഗ്ലാദേശിന്റെ ഭരണം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലേക്ക് മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.